ഈ അടുത്തിടെ ഒരു ക്ഷേത്രം അവിടെ ഇപ്പോൾ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രമൊക്കെ വെളിപ്പെടുത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്, പക്ഷേ നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യനാണ് അവിടെ പൂജ നടത്തുന്നത്. പയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 24-25 വയസ്സ് വരും. ഈ പയ്യനെ കണ്ട ഉടനെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം മറ്റെവിടെയോ ഈ സിമൻറ്റ് ചുമക്കുന്ന ഒരു പണിക്ക് ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ആധികാരികമായിട്ട് പലരോടും തിരക്കി ഇവനെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും ഇവനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല പൂജ അറിയാവുന്ന ചെറുക്കൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് പറയാനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവനെ പേഴ്സണലായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞടാ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ നിൻ്റെ പൂജകളൊക്കെ കണ്ടു, എനിക്ക് ഒരു മൃത്യുഞ്ജയ ഹോമം വീട്ടിൽ വന്ന് നടത്തി തരണം. ഇവൻ ഞെട്ടിപ്പോയി. പിന്നെ എന്നോട് പറയും, അയ്യോ സാറേ എനിക്കിതൊന്നും അറിയാൻ മേല. പിന്നെ ഞാൻ ചോദിച്ചു, മോനെ പിന്നെ നീ എങ്ങനെ ഈ പൂജ ചെയ്യുന്നത്? ഉടനെ ഇവൻ പറയുകയാണ്, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട്, ഒരു പൂജാരിയാകുക എന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്. അപ്പം ഞാൻ അതനുസരിച്ച് ഇവിടെ കയറിയിരിക്കുന്നത്. അന്നേരം ആരോടും പറയണ്ടെന്നാണ് ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ തിരുമേനി പോയിരിക്കുകയാണ്, അതുവരെ ഇവിടെ പൂജ എനിക്കാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെ ചെയ്യും? ഞാൻ രാവിലെ വന്ന് വിഗ്രഹം വെള്ളം ഒഴിച്ച് കഴുകും, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം ദീപാരാധനയ്ക്ക് വാതിലടച്ചിട്ടിട്ട് വിളക്കുകളെല്ലാം അങ്ങ് കത്തിക്കും. വിളക്കുകളെല്ലാം കത്തിച്ചിട്ട് മണി അടിച്ചുകൊണ്ട് വാതിൽ തുറന്ന് ആരതി ഒഴിയും. അപ്പം സാർ ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പറയത്തില്ല. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ. ഇവിടെ ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ആരെങ്കിലും വെച്ച് ഓടിച്ചു പോകുന്നു ഇത്തരം ക്ഷേത്രങ്ങൾ. അപ്പോൾ അതിനെതിരെയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് മിക്ക ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു വിവരവുമില്ലാത്ത പൂജാരികളകത്തിരുന്ന്, വിവരമുള്ള പൂജാരികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ, അവരെയല്ല ഞാൻ പറഞ്ഞത്. വിവരമില്ലായ്മയിൽ നിന്നുകൊണ്ട് വിവരക്കേട് കൊണ്ടുവന്ന് അറിവില്ലാത്തവരുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.